കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ പദയാത്ര സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parur. രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങളുടെ ആശ്വാസ ജീവിതം തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കും എതിരെ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനപക്ഷ പദയാത്ര 2 ദിവസങ്ങളിലായി നടന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും വിശ്വാസവുമെല്ലാം തകർത്ത ഭരണകൂടങ്ങൾക്കെതിരെ ജനശക്തിയുടെ സ്വരമായാണ് ഈ പദയാത്ര ഉയർന്നത്. ഒക്ടോബർ 24-ന് കോൺവെന്റ് ബീച്ച് സെയിന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്ക് സമീപം DCC ജനറൽ സെക്രട്ടറി MJ ടോമി മണ്ഡലം പ്രസിഡന്റ് KK ബാബുവിന് പതാക കൈമാറി പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നീങ്ങുകയാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തിരുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനൊട്ടും സമയമില്ല. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടല്ല ഈ പദയാത്ര നടത്തിയത്. അത് സ്ഥാനാർത്ഥികളും ആളുകളൊക്കെ വരുമ്പോ ഇനിയും തെരഞ്ഞെടുപ്പിന്റെ സന്ദേശവുമായി ആ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടികളുമായി നമ്മൾ കടന്നുവരും. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടി എന്നേക്കാൾ അപ്പുറം രാജ്യത്തെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ജനങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. ദിവസം പ്രതി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാത്ത നിമിഷങ്ങളില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകരും ബ്ലോക്ക് ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റും നമ്മൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ടോമിച്ചേട്ടനും മറ്റുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. അന്ന് വൈകിട്ട് മാണി ബസാറിൽ നടന്ന സമാപന സമ്മേളനം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 25-ന് പോത്തൻവളവിൽ നിന്ന് ആരംഭിച്ച 2ാം ദിന പദയാത്ര മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലൂടെ നീങ്ങി SP ബസാറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ പദയാത്ര നടക്കുന്നു. ഈ അടുത്ത ആഴ്ചയുമായി വൈപ്പിങ്കരയിൽ തന്നെ എല്ലാ മണ്ഡലത്തിലെയും പദയാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന ടോമിയോട് സൂചിപ്പിച്ചല്ല, വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അല്ല ഇത് KPCC ആവിഷ്കരിച്ചിരിക്കുന്ന ജനസമ്പർക്ക പരിപാടികളുടെ ഭാഗത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഈ ജനപക്ഷ പദയാത്രകൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും നടക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരു പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു പ്രചരണ സമരങ്ങളും പ്രചരണ പരിപാടികൾ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ജനമധ്യത്തിൽ സമക്ഷം അവതരിപ്പിക്കാൻ ബ്ലോക്ക് പ്രസിഡന്റ് AG സഹദേവൻ അധ്യക്ഷത വഹിച്ചു. VS സോളിരാജ്, സൗത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ചിദംബരൻ, ബ്ലോക്ക് ഭാരവാഹികളായ PP ഗിരീഷ്, TG വിജയൻ, CR സുനിൽ, പ്രവാസി കോൺഗ്രസ് ജില്ലാ ഭാരവാഹി സലീഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രഷീല ബാബു, വിൻസെന്റ് ഹാരിഷ്, പഞ്ചായത്ത് മെമ്പർമാരായ വിൽസൺ, റാൻസൺ, പോൾസൺ, ലിജി, ജസ്ന, മണ്ഡലം ഭാരവാഹികളായ സെബാസ്റ്റ്യൻ, ശശി, മുനമ്പം ജൻസൺ, ഡിയാൽമേഡ, VX റോയ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് മാത്രമാണ് ജനങ്ങളുടെ ശബ്ദമായി തെരുവിലിറങ്ങിയത്. ജനപക്ഷ നീതി പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പള്ളിപ്പുറം. Action focus.